കേന്ദ്ര ഉദ്യോഗസ്ഥ സംഘം ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം തുടങ്ങി. കേന്ദ്ര ഗ്രാമീണ വികസന പദ്ധതി വിനിയോഗം സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാനും പുതിയ നിർദ്ദേശങ്ങൾ ലഭ്യമാക്കാനുമാണ് സംഘമെത്തിയത്. എലവഞ്ചേരി പഞ്ചായത്തിലും സംഘമെത്തി. കേന്ദ്രാവിഷ്കൃത പദ്ധതികളായ ഭവന നിർമ്മാണം, പ്രധാനമന്ത്രി ഗ്രാമീൺ സദക് യോജന, തൊഴിലുറപ്പ് പദ്ധതി, കാർഷിക പദ്ധതി എന്നിവയെക്കുറിച്ച് വിവരം ശേഖരണം നടത്തുക എന്നതാണ് ലക്ഷ്യം. ടീം കോർഡിനേറ്റർമാരായ എം അനിൽ, ബി സത്യവാൻ എന്നിവരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് BDO പ്രവീൺ കുമാർ, മറ്റുദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ അനുഗമിച്ചു. ഒരു വർഷത്തിൽ 100 ദിവസത്തെ തൊഴിൽ മാത്രമാണ് തൊഴിലുറപ്പിലൂടെ നൽകുന്നതെന്നും തൊഴിൽ ദിനങ്ങൾ 200 ഉയർത്തണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അറിയിച്ചു. എലവഞ്ചേരി പഞ്ചായത്തിൽ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് കേന്ദ്ര ആവിഷ്കൃത ഫണ്ട് ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് അന്വേഷിക്കാനാണ് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നിട്ടുള്ളത്. പക്ഷേ എലവഞ്ചേരിയിൽ കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള സ്കൂളുകൾ, അംഗൻവാടികൾ അവർ കണ്ട് അന്തം വിട്ടുപോയിരിക്കുകയാണ്. ഇത്തരം രീതിയിൽ മഹാരാഷ്ട്രയിലൊക്കെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ആ നിലമയിലാണ് ഈ കേരളത്തിലെ സ്കൂളുകളും അതുപോലെ തന്നെ വിദ്യാലയങ്ങളും തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ചെറിയൊരു സഹായമാണ് ലഭിക്കുന്നതെങ്കിലും പക്ഷേ കേരള സർക്കാർ ഭീമമായ തുകയാണ് ഈ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്കും പൊതു മരാമത്ത് വകുപ്പുകളിലേക്ക് ഉപയോഗിക്കുന്നത് എന്ന് ആണ് അവരുടെ കാഴ്ചപ്പാട്. അവർക്ക് വളരെ സന്തോഷമായിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അവരൊരിക്കലും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നിരവധി സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ സന്ദർശിക്കാറുണ്ട്. പക്ഷേ ഈ കേരളം പോലെ ഇത്രയേറെ മനോഹരമായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയാണെങ്കിലും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകൾ നല്ല രീതിയിൽ വിനിയോഗിക്കുന്ന ഒരു സംസ്ഥാനം ഞങ്ങൾ മറ്റ് ഇന്ത്യയിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അവർ നമ്മളെ അറിയിക്കുന്നത്. വളരെ സന്തോഷമാണ് അവർക്ക്. ഏതേത് മേഖലയിൽ ഇപ്പോൾ നോക്കിയാലും ഈ തൊഴിലുറപ്പിൻ്റെ ചെറിയൊരു സഹായമാണ് ലഭിക്കുന്നതെങ്കിലും പക്ഷേ കേരള ഗവൺമെൻറ് നല്ല ഭീമമായ തുക നമ്മുടെ നാടിന് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. അതിൽ അഭിനന്ദനം എന്നാണ് അവർ നമ്മളെ അറിയിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.